ഹായ്, അസ്സലാമലൈക്കും. ഇന്ന് ഒരു റമദാൻ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ഏഴാമത്തെ നോമ്പാണ്. 1 മുതൽ 6 വരെയുള്ള നോമ്പ് എനിക്ക് വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി തിരക്കും ഇതൊക്കെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഏഴാമത്തെ നോമ്പായതുകൊണ്ട് ഇന്ന് വലിയ സ്പെഷ്യൽ അങ്ങനെയൊന്നുമല്ല. ഇന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. കുക്കറപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുക്കറപ്പം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മച്ചിക്ക് ഉണ്ടാക്കും, അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുക്കറപ്പാണ് ഉണ്ടാക്കുന്നത്. അതൊരു സ്പെഷ്യൽ വ്ളോഗ് പോലെയൊക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ കുക്കറപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്ന മെയിൻ റീസൺ, എനിക്ക് ഇന്നലെ മുതൽ കുക്കറപ്പം കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വരുന്നു. നമ്മൾ ഈ നോമ്പെടുക്കുമ്പോൾ നമുക്കൊരു ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ, ഇത് തിന്നണം ഇത് തിന്നണം, ഈ പ്രഗ്നന്റ് ലേഡീസിനെ പോലെ. അപ്പം അതുപോലെ എനിക്ക് നോമ്പെടുത്തപ്പോൾ എനിക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് എനിക്കറിയില്ല, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ക്രേവിങ്സ് ഒക്കെ വരും. അപ്പം ഇന്നലെ എനിക്ക് കുക്കറപ്പം കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ എനിക്കൊരു മടിയായത് കൊണ്ട് ഞാനത് ഉണ്ടാക്കിയില്ല. ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നുന്നത് ഉള്ളി ബജിയാണ്, ഉള്ളിവട എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറപ്പം ഉള്ളി ബജിയും കൂടിയാണ് കേട്ടോ. രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബീഫ് കറി ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി നമ്മൾ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, അപ്പം അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ജ്യൂസ് അടിക്കണം, നാരങ്ങ വെള്ളം കളിക്കണം, നോമ്പിൻ്റെ ഒക്കെ കുറച്ച് പരിപാടികൾ ചെയ്യണം. അപ്പോൾ എന്നൊരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ റെഡി ആയിട്ട് നിൽക്കണമായിരുന്നു. അപ്പം എനിക്ക് ഇന്നലെ മുതൽ എനിക്കൊട്ടും വയ്യ എന്ന് പറയുമ്പോൾ എനിക്ക് ജലദോഷം, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, തലവേദന എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. എന്തിൻ്റെയോ ഒരു അലർജിയാണ് അത്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ഇവിടം വരെയും ഭയങ്കര പ്രശ്നമാണ്. എന്നാലും ഇപ്പൊ കുറച്ച് കുറഞ്ഞു. ഇന്നലെയൊക്കെ ആകെ ഒരു എന്തോ പോലെയായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ പണികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഇനി പണി തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്തു വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഉള്ളി ബജിക്കുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കണം മീൻസ് 1 മണിക്കൂറെങ്കിലും അതൊന്ന് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് അത് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഉള്ളി ബജിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം അല്ലേ. ബാ. ഞാനിതിന് വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത്. സൈഗു എണീക്കുന്നതിന് മുമ്പ് എനിക്ക് പണി കഴിക്കണം. അപ്പം ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികളൊന്നും കഴിയില്ല. അപ്പോൾ സൈഗു എണീക്കാനാകുമ്പോഴേക്കും എൻ്റെ പണിയൊക്കെ ഒതുങ്ങും കേട്ടോ. അവൻ ഉറക്കിയിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉള്ളി ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവാളയാണ് ഇട്ട് കൊടുത്തിക്കണേ. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു. അതിൽ കുറച്ച് വേപ്പിലയും മല്ലിയിലയും ഇട്ടു. പച്ചമുളക് ഇട്ടിട്ടില്ല, മല്ലിയില ഓപ്ഷണലാണ്. എനിക്ക് ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോ. പച്ചമുളക് ഇടാത്തത് സൈഗു കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സൈഗുവിന് പച്ചമുളക് കടിക്കുന്നത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ആണ് ഇട്ടിക്കണേ. മുളക് പൊടിയും പിന്നെ ബീഫ് മസാലയും മൈദപ്പൊടിയും കടലമാവും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇടുന്നതിന് മുമ്പ് സവാള നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് തിരുമ്പണം. അങ്ങനെ മിക്സ് ആക്കുമ്പോൾ കുറച്ച് നീര് വരും സവാളയുടെ. അപ്പോൾ അതാണ് കേട്ടോ ഒരു കൺസിസ്റ്റൻസി അതിൻ്റെ. നന്നായിട്ട് മിക്സാണ് ഉപ്പൊക്കെ അതിൽ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു. ഞാനിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ഒരു തരിക്കോളം വെള്ളം കൂടി പോയി. എനിക്ക് വേണമെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അത് കട്ടയാക്കായിരുന്നു. പക്ഷേ അതൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പൊടി ഇട്ടിട്ട് ഇനി കുറേ കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെയാണ് കേട്ടോ എടുത്തത്. എന്നിട്ടും ഉള്ളി ബജി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അത്രയും എടുത്തിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ട് ക്ലീൻ ചെയ്തു ബീഫ് കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു സവാളയാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് കട്ട് ചെയ്തു. പിന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്തെടുത്തു. കുറച്ച് ചെറിയുള്ളിയും കൂടി ഞാൻ ഇതുപോലെ സവാളയോടൊപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇതില്ലേ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം ഒക്കെ കൂടി ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. വെളുത്തുള്ളി ആണെങ്കിൽ ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, വേപ്പില, മല്ലിയില, പുതിന ഇതെല്ലാം ഞാൻ ഇതുപോലെ ഓരോരോ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ കുറച്ച് നാളും കൂടിയും അത് നന്നായിട്ട് നിൽക്കും, പെട്ടെന്ന് ചീത്താവില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഉക്കിന്നിട്ട് പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്തു. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മാംഗോസ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ ഞാൻ ഒരു പണി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെയും കൂടി ചെയ്യും കേട്ടോ, കുറച്ച് അങ്ങനെ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ സ്റ്റൗവിൽ കുക്കറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ അതൊക്കെ ഇനി കുറച്ച് വിസിലൊക്കെ വന്നിട്ട് വേണം റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് കുക്കറപ്പത്തിനുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ പച്ചരി ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കണം. ഞാനിത് രാവിലെ എടുത്ത് വെച്ചാണ് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് റെഡിയാക്കി പച്ചരി എടുത്ത് വെച്ചതാണ്.
അപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് 2 കട്ട ശർക്കര എടുത്തിട്ടുള്ളൂ. അത് ഉരുക്കിയത് ആ ചൂടോടുക്കനെ തന്നെ തിളച്ച ശർക്കര തന്നെ നമ്മൾ അരിച്ചിട്ട് ആ പൊടിയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി കുക്കറപ്പത്തിന് വേണ്ടിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് എന്താ ചിലർ തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ കുക്കറപ്പത്തിൽ. അപ്പോൾ എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോ. ഞാൻ കാഷ്യൂസും റേസിൻസും ചെറിയുള്ളി മാത്രമാണ് ഇട്ടിക്കണേ. പിന്നെ ഞാൻ ബീഫ് കറിയിൽ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ബീഫ് കറി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനാണ് ഉരുളക്കിഴങ്ങ് കൂടി അരിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വത്തക്ക റെഡിയാക്കുകയാണ്. പിന്നെ ഞാൻ വത്തക്ക കഴിഞ്ഞ് വെച്ചപ്പോഴേക്കും ചപ്പാത്തി ചെയ്തിട്ടോ. ഹാഫ് കുക്കഡ് ചപ്പാത്തിയാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ജ്യൂസ് അടിച്ചു, നാരങ്ങ വെള്ളം ഉണ്ടാക്കി, കുക്കറപ്പ് ഉണ്ടാക്കി, ഉള്ളി ബജി ഉണ്ടാക്കി, ബീഫ് കറി ഉണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് വത്തക്ക ഇരിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ കുക്കറപ്പ് ഉണ്ടാക്കിയത് അടിയിൽ കുറച്ച് കരിഞ്ഞിട്ടില്ല, ഒരു മുരിഞ്ഞു പോയി താഴത്ത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. സൈഗു ഇപ്പോൾ ഒരു പീസ് എടുത്ത് കഴിച്ചോണ്ട് സൈഗു എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അത് മധുരമുള്ളതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന്റെ അടിയിൽ ഞാൻ കാണിച്ചു തരാം. ായിരുന്നു കേട്ടോ. അടിയിൽ കുറച്ച് മുരിഞ്ഞിട്ടുള്ളൂ, കരിഞ്ഞൊരു ഇതല്ല, മുരിഞ്ഞു പോയതാണ്. പിന്നെ അത് മാത്രല്ല കുക്കർ കുറച്ച് വൈകിയിരുന്നു. നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ചുള്ളതുകൊണ്ട് എന്താ പൊന്തി വന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചാല് കുറച്ച് മാവ് ഉണ്ടായിരുന്നുള്ളൂ മൊത്തം. അപ്പോൾ കുക്കർ വലുതായതുകൊണ്ട് അങ്ങനെ പരന്നിട്ട് പൊന്തി വന്നതാ. അല്ലാണ്ട് കുക്കർ കുറച്ച് കുഞ്ഞായിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയത് അതിനേക്കാളും ചെറിയ കുക്കറിലാണ്. അതിലായിരുന്നെങ്കിൽ പൊന്തി വന്നിരുന്നു. പക്ഷെ അതില് നമുക്ക് എടുക്കാൻ പറ്റൂല. ആ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5:40 ആയിട്ടുണ്ട്. അപ്പൊ ബാങ്ക് കൊടുക്കാണെങ്കിൽ കുറച്ചു നേരം കൂടി ഉള്ളൂ. നല്ല മഴയും കാറ്റുമാണ് കേട്ടോ. മഴ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇനി പിന്നെയും മഴ പെയ്യാനുള്ള ഇതിലാണ്. നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ഇനി നോമ്പ് തുറക്കണം, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഞാനൊരു ചെറിയൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇത് മാത്രമല്ല, എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് അല്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഈ സെയിം നെയിം തന്നെയാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്യും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ വെക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഇത് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.